വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് സ്മൈൽ എഡ്യൂസിറ്റി. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 2 NCERTയുടെ മാത്സ് ചാപ്റ്റർ 2 ഷേപ്സ് അറൗണ്ട് അസ് എന്നുള്ള ചാപ്റ്ററാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ കിഡ്സ്, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് നല്ലൊരു ഈസി ആയിട്ടുള്ള ചാപ്റ്ററാണ്, നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്ന ചാപ്റ്ററാണ്. ലെസൺ 2 ഷേപ്സ് അറൗണ്ട് അസ് അല്ലേ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പേജ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും പല രീതിയിലും പല കളേഴ്സിലും പലതരം ഷേപ്സ് ഉണ്ട് ഇതിൽ അല്ലേ. നമുക്കിതിൽ ഏതൊക്കെ ഷേപ്സ് ആണുള്ളതെന്ന് നമുക്കൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം. അപ്പോൾ എല്ലാവരും പെൻസിൽ എടുക്കുക, പേജ് നമ്പർ 16 എടുക്കുക കേട്ടോ. ഈ ലെസൻ്റെ പേജ് നമ്പർ 16 എടുക്കുക. ഈ ലെസണിൽ കുറേ അധികം ഷേപ്സ് ഉണ്ട് നമുക്ക്. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നൽകിയിട്ടുള്ള ഷേപ്പ് ഏതാണ്? നമുക്കിതിൽ കുറേ റെക്റ്റാങ്കിൾ തന്നിട്ടുണ്ട്, സർക്കിൾസ് തന്നിട്ടുണ്ട്, ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. ഈ ഡെക്കറേഷൻ മേൽ ട്രയാങ്കിൾസ് ഉണ്ട്. പിന്നെ ഓരോ ഇൻസ്ട്രുമെൻറ്റ്സും 3D ഷേപ്സ് ആണ്. അത് ഞാൻ പറഞ്ഞുതരാം, എക്സ്പ്ലെയിൻ ചെയ്തുതരാം. പിന്നെ നമുക്കിവിടെ കുറേ സർക്കിൾസ്, നമുക്ക് പല രീതിയിലുള്ള ഇവരുടെ കയ്യിലുള്ള വടികൾ, ഇതൊക്കെ നമുക്ക് എന്താണ് പല ടൈപ്പിലുള്ള ഷേപ്സ് ആണ് അല്ലേ. നമ്മൾക്ക് പല ടൈപ്പിലുള്ള ഷേപ്സ് ആണ് ഇതെല്ലാതും അല്ലേ ആണ്. അപ്പോൾ നമുക്കൊന്ന് നോട്ട് ഡൗൺ ചെയ്യാം നോട്ട്ബുക്കിൽ. ചാപ്റ്റർ 2 ഷേപ്സ് അറൗണ്ട് അസ്. ഷേപ്സ് അറൗണ്ട് അസ്. അപ്പോൾ നമുക്ക് 2D ഷേപ്സ് എന്ന് ആദ്യം ഹെഡിങ് കൊടുക്കാം. 2 ഡൈമെൻഷനൽ ഷേപ്സ്. ഓക്കെ, 2D എന്ന് വെച്ചാൽ എന്താണ്? 2 ഡൈമെൻഷനൽ ഷേപ്സ് എന്നാണ് 2Dയുടെ അർത്ഥം. ഓക്കെ, അപ്പോൾ 2D ഷേപ്സിൽ എന്തൊക്കെ വരും? നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ള ട്രയാങ്കിളിൻ്റെ പിക്ചർ ഇവിടെ വരയ്ക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തിട്ട് അതിനെ അട്രാക്റ്റീവ് ആക്കാം. ഓക്കെ, പിന്നെ സ്ക്വയർ, റെക്റ്റാങ്കിൾ. ഇനിയും നമ്മൾ കുറേ ഷേപ്സ് പഠിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണത്? റെക്റ്റാങ്കിൾ, ഹാർട്ട് ഒരു ഷേപ്പാണ്, സ്റ്റാർ ഒരു ഷേപ്പാണ്, സർക്കിൾ, ഓവൽ, ഇതൊക്കെ നമ്മൾക്ക് ഷേപ്സിൽ പെട്ടതാണ് അല്ലേ. ഇതൊക്കെ എന്ത് ഷേപ്സാണ്? 2 ഡയമെൻഷനൽ ഷേപ്സാണ്. സ്ക്വയർ എല്ലാ സൈഡ്സും ഈക്വൽ ആണ്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ക്വയർ. അപ്പോൾ പിന്നെ നമുക്കിതിൽ വേറെ ഷേപ്സ് ഏതാണുള്ളത്? റെക്റ്റാങ്കിൾ, പിന്നെ നമുക്ക് കാണാൻ പറ്റും ഹാർട്ട് അല്ലേ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ഹാർട്ട്. പിന്നെ ഏതൊക്കെ ഷേപ്സ് ഉണ്ട്? നിങ്ങൾക്ക് നല്ല നീറ്റിൽ വരയ്ക്കാം കേട്ടോ. ഞാൻ ഇതിൽ വരയ്ക്കുന്ന കാരണമാണ് ഒന്നും കൂടി കോളാവുന്നത്. പിന്നെ സ്റ്റാർ. ഓക്കെ, സ്റ്റാർ നിങ്ങൾക്ക് അറിയുന്ന പോലെ വരയ്ക്കാം. പല രീതിയിലുള്ള സ്റ്റാറുകളുണ്ട് അല്ലേ. പിന്നെ സർക്കിളൊക്കെ ഒന്ന് പെർഫെക്റ്റ് ആവാനുണ്ട്. ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? ഇത് സർക്കിളാണ് അല്ലേ. ഇതല്ലേ സർക്കിൾ? ഇത് സർക്കിളാണ്. പിന്നെ ഒരു ഷേപ്പും കൂടി ഉണ്ട് നമുക്ക്. ഏത് ഷേപ്പ് അത്? ഓവൽ ഷേപ്പ് ഉണ്ട് അല്ലേ. സ്റ്റാർ ഇതാ ഞാൻ ഇതിലെടുത്തിട്ടുണ്ട്, കാരണം എൻ്റെ സ്റ്റാർ അത്ര നീറ്റല്ല. സ്റ്റാർ ഉണ്ട് നമുക്ക്. ഷേപ്പിൽ സ്റ്റാർ ഉണ്ട് നമുക്ക് അല്ലേ. സ്റ്റാർ ഉണ്ട്. പിന്നെ ഏതൊക്കെ തരം ഷേപ്സ് ആണുള്ളതെന്ന് നമുക്ക് തന്നെ അറിയാം അല്ലേ. നമുക്കറിയാവുന്ന ഷേപ്സ് ഉണ്ട്, പല രീതിയിൽ പല കളറിലുള്ള ഷേപ്സ് ഉണ്ട്. അപ്പം നമ്മൾക്ക് ഓവലും കൂടി ഞാൻ വരച്ചു തരാം എങ്ങനെയാണെന്ന്. ഓവൽ ഇങ്ങനത്തെ ഷേപ്പിലാണല്ലേ, എഗ്ഗിൻ്റെ ഷേപ്പാണ്. അപ്പം നമുക്ക് ജനറലൈസ് ചെയ്തിട്ട് നമ്മൾ സാധാരണ ഇതുവരെ പഠിച്ചിട്ടുള്ള ഷേപ്സാണ് നമ്മൾക്ക് ആദ്യം പറയാനുള്ളത്. അത് നമുക്ക് നോക്കാം കേട്ടോ. നമ്മൾ പതിയെ പഠിച്ചാൽ മതി, ലെസണ് ഈസിയാണ്. ഓക്കെ,
അപ്പോൾ ഇത് ഏതാണ് ഷേപ്പ്? ട്രയാങ്കിൾ. ഓക്കെ, അപ്പം നമുക്ക് പല തരത്തിലുള്ള, പല സൈസിലുള്ള, പല കളറിലുള്ള ഷേപ്സ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഈ പിക്ചറിൽ. ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഏതൊക്കെ ഷേപ്സ് ഉള്ളത്? ട്രയാങ്കിൾ ഉണ്ട്. ഫസ്റ്റ് വൺ ഏതാണ്? ഫസ്റ്റ് വൺ ട്രയാങ്കിൾ, പിന്നെ സ്ക്വയർ, സർക്കിൾ, സ്റ്റാർ, റെക്റ്റാങ്കിൾ ആൻഡ് ഓവലാണ് നമുക്ക് എന്ത് പ്രൈമറി ഷേപ്സ് അഥവാ 2D ഷേപ്സ് ആയിട്ട് വരുന്നത് അല്ലേ. ഇനി നമുക്കിവിടെ ഒരു ആക്ടിവിറ്റി ഉണ്ട്. ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് ഒബ്സർവ്. ടെക്സ്റ്റ് ബുക്കിൽ ലുക്ക് അറ്റ് ദി പിക്ചർ ആൻഡ് ഒബ്സർവ് different musical instruments. Circle the musical instruments that are similar in shape to a drum. Tick the musical instruments. അപ്പോൾ നമ്മൾ പിക്ചറിൽ നിന്നുള്ള ആക്ടിവിറ്റിയാണത്. അപ്പോൾ അത് നമ്മൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ക്രോസ് ദി ഓഡ് വൺ ഔട്ടാണ് നമ്മൾ അടുത്തതായി ചെയ്യുന്നത്. ക്രോസ് ദി ഓഡ് വൺ ഔട്ട്. അപ്പോൾ ഇത് ഒരു ഇങ്ങനെ ഒരു കോൺ ഷേപ്പിലാണ്. ഇതും അത് ഐസ്ക്രീം കോൺ ഷേപ്പിലാണ്. ഇതും ഒരു കോൺ ഷേപ്പാണ്. ഇതൊരു സർക്കിളിൻ്റെ പോലത്തെ ഷേപ്പാണ് അല്ലേ. അപ്പോൾ അതാണ് നമ്മുടെ ഓഡ് വൺ. അപ്പോൾ നമ്മൾ ക്രോസ് ചെയ്ത് കളയണം അതിനെ. ഇനി അടുത്തത് ഇതൊരു സർക്കിൾ ഷേപ്പിലാണുള്ളത്. ഇതും അതേ ഒരു സർക്കിളാണ്. ഇതും സർക്കിളാണ്. പക്ഷേ ഇത് ഓഡ് വൺ ഔട്ടാണ്. ഇനി ലാസ്റ്റ് വണ്ണിൽ ഇതൊരു ബോക്സിൻ്റെ പോലത്തെ ഷേപ്പാണ്. ഇതും അതേ റെക്റ്റാങ്കിളാണ്. ഒരു ബോക്സിൻ്റെ ഷേപ്പാണ് ഉള്ളത്. അപ്പോൾ ഇത് മൂന്നും സെയിം ആണ്. ഏതാണ് ഡിഫറെൻറ്റ്? ഈ ഒരു സ്റ്റിക്ക് പോലത്തതാണ്, ചോക്കാണ് ഡിഫറെൻറ്റ്. അപ്പോൾ അത് നമ്മൾ ക്രോസ് ചെയ്ത്, അതൊരു ചോക്കാണ് അല്ലേ. അപ്പോൾ അത് നമ്മൾ ക്രോസ് ചെയ്തു. അപ്പോൾ ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് വേരിയസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മൾ പിക്ചറിൽ കണ്ടല്ലോ, വേരിയസ് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിനും പല രീതിയിലുള്ള ഷേപ്പുകളാണ് ഉള്ളത് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിനെ ചില ഒബ്ജക്ട്സിനായിട്ട് മാച്ച് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഒബ്ജക്ട്സിനായിട്ട് നമുക്ക് മാച്ച് ദി ഫോളോയിങ് ചെയ്യാം. ഫസ്റ്റ് വൺ, ഈ ഡ്രമ്മിനെ കാണാൻ ഏത് ഷേപ്പ് പോലെയാണ്? ഈ ഷേപ്പ് പോലെയാണ് അല്ലേ. പിന്നെ വേറെ ഏത് ഷേപ്പ് അങ്ങനെയുള്ളത്? പെൻസിലും അതെ ഒരു ഡ്രമ്മിൻ്റെ ഷേപ്പിലാണ് ഉള്ളത് അല്ലേ. പെൻസിലും ഒരു ഡ്രമ്മിൻ്റെ ഷേപ്പിലാണുള്ളത്. പിന്നെ ഒരു പെട്ടി പോലത്തെ ഷേപ്പ്, ഒരു പെട്ടി പോലത്തെ ഷേപ്പിലുള്ളത് ഏതൊക്കെയാണ്? ഇതും പിന്നെ ഒരു ചെസ്റ്റ് ഉണ്ട് അടിയിൽ അല്ലേ. അപ്പോൾ ഇതും ചെസ്റ്റും സെയിം ഷേപ്പാണ്. പിന്നെ നമുക്കൊരു എന്ത് ഷേപ്പ് എന്നാ പറയുക? ഒരു ക്യൂബ് പോലത്തെ, ഒരു ഐസ് ക്യൂബിൻ്റെ ഒക്കെ പോലത്തെ ഒരു ഷേപ്പാണ് ഡൈസും പിന്നെ ഈ ഒരു ഡ്രോവറും. പിന്നെ ഫൈനലി വട്ടത്തിലുള്ള ഉരുണ്ടിട്ടുള്ളത് നമ്മൾ ഇതിനോട് മാച്ച് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തതിൽ ചിലതൊക്കെ ലെഫ്റ്റ് ഔട്ട് ആയിട്ടുണ്ട്. എന്നിരുന്നാലും എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, സോളിഡ് ഷേപ്സ് എന്നാണ് ഇതിന് പറയാം. അപ്പോൾ നമ്മൾ ഇത്രയും കാലം പഠിച്ചിരുന്നത് എന്താണ്? 2 ഡൈമെൻഷനൽ 2D അഥവാ എന്താണ് ഡ്രോയിങ്ങിൻ്റെ ഷേപ്സാണ്. ഇത് സോളിഡ് ആയിട്ടുള്ള ഷേപ്സാണ്. നമ്മൾ ഡ്രോയിങ് ചെയ്യണതല്ല, ഇത് സോളിഡ് ആയിട്ടുള്ള ഷേപ്സാണ്. ഏതൊക്കെയാണ് സോളിഡ് ആയിട്ടുള്ള ഷേപ്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 5 സോളിഡ് ഷേപ്സ് ആണുള്ളത് അല്ലേ. 5 സോളിഡ് ഷേപ്സ് ആണുള്ളത് അല്ലേ. 5 സോളിഡ് ഷേപ്സ് ആണുള്ളത്. ഏതൊക്കെയാണത്? ഫസ്റ്റ് വൺ ഒരു സിലിണ്ടറാണ്. ഇതിനാണ് സിലിണ്ടർ എന്ന് പറയുക. സിലിണ്ടറിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? സിലിണ്ടറിൻ്റെ എക്സാമ്പിൾസ് ഒരു ഡ്രം സിലിണ്ടറാണ്, ഒരു പെൻസിൽ സിലിണ്ടറാണ് അല്ലേ. പിന്നെ നമുക്ക് ഒരു റെക്റ്റാങ്കിൾ തന്നെ ഒരു പെട്ടി പോലത്തെ ഷേപ്പിൽ, ഒരു ചെസ്റ്റ് പോലത്തെ ഷേപ്പിലുണ്ട്. ഈ ഷേപ്പിന് എന്തെന്നാണ് പറയുക? ഈ ഷേപ്പിനാണ് പറയുന്നത് എന്തെന്ന്? ക്യൂബോയിഡാണ് ഈ ഷേപ്പ്. പിന്നെ ഒരു രൂപത്തിലുള്ള സ്ക്വയർ രൂപത്തിലുള്ളതാണ് എന്തെന്നാ പറയുക? ക്യൂബ് എന്നാണ് ആ ഷേപ്പിന് പറയുക. അതിന് നമുക്ക് ക്യൂബോയിഡിൻ്റെ എക്സാമ്പിൾ ബുക്കുകൾ, ചെസ്റ്റുകൾ, ഈ പിക്ചറിൽ കണ്ട ചെസ്റ്റുകൾ, അതൊക്കെയാണ് എക്സാമ്പിൾ. ക്യൂബിൻ്റെ എക്സാമ്പിൾ എന്താ? ഡൈസ് അല്ലേ. ഡൈസ് ഒരു ക്യൂബാണ്. പിന്നെ നമുക്ക് ഈ ഡ്രോവർ ഒരു ക്യൂബാണ്. അങ്ങനെ ക്യൂബ്സും നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി 2 എണ്ണം കൂടിയാണുള്ളത്. അതേതൊക്കെയാണ്?
രണ്ടെണ്ണം, ഇതൊരെണ്ണമാണ്. ഈ ഷേപ്പിന് പറയുന്നത് കോൺ എന്നാണ്. നമ്മൾ കോണ് ബർത്ത്ഡേ ക്യാപ്സ് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ബർത്ത്ഡേ ക്യാപ്സ് കോൺ ഷേപ്പിലാണുള്ളത്. പിന്നെ ഏതാണ് കോൺ ഷേപ്പിലുള്ളത്? പിന്നെ ഫ്ലൂട്ട്, അങ്ങനത്തെ ബർത്ത്ഡേ ക്യാപ്സ്, പിന്നെ മെഹന്തി കോൺസ്, അതൊക്കെ മെഹന്തി കോൺ കേട്ടിട്ടില്ലേ? മെഹന്തി കോൺ. അപ്പോൾ കോൺ ഷേപ്പിലാണ് അതുള്ളത്. പിന്നെ ഫൈനൽ ഷേപ്പ് നമുക്കെല്ലാവർക്കും പരിചയമുള്ള ഒരു ഷേപ്പാണ് അല്ലേ? സ്ഫിയർ ആണ്. സ്ഫിയർ, എർത്തിൻ്റെ ഷേപ്പ് ഒരു സ്ഫിയർ ആണ് എന്നാണ് അല്ലേ നമ്മൾ പറയുക. ഒരു സ്ഫിയർ ആണ്, ഒരു റൗണ്ട് ഷേപ്പാണ് എർത്തിൻ്റെ അല്ലേ? ഒരു റൗണ്ട് ഷേപ്പാണ്. റൗണ്ട് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു ടൂൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഈ ബ്ലൂ നമുക്ക് ഉള്ളിൽ ഫില്ല് ചെയ്യാം. ഓക്കെ, ഒരു റൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്ഫിയർ ഒരു ഇതുപോലെയല്ല, ഒരു ക്ലോക്ക് പോലെയല്ല. ഒരു ക്ലോക്ക് എന്ത് ഷേപ്പാണ്? അത് ഒരു ക്ലോക്ക് എന്ന് പറയുന്നത് അത് കറക്റ്റ് സർക്കിൾ ഷേപ്പിലുള്ള ഒരു വസ്തുവാണ്. പക്ഷെ അതേപോലെയാണോ സ്ക്വയർ? അല്ല, അത് സ്ക്വയർ ഡിഫറെൻ്റ് ആണ്. സ്ക്വയർ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് വലിയൊരു ഡിഫറൻസ് ഉണ്ട് സ്ഫിയറും എന്തും തമ്മിൽ. സ്ഫിയറും സർക്കിളും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് കേട്ടോ, സ്ഫിയറും സർക്കിളും. അപ്പം മക്കൾ ആദ്യം ഈ സ്പെല്ലിങ്സ് നന്നായി പഠിക്കണം. ഞാൻ സ്പെല്ലിങ്സ് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുക. സിലിണ്ടറിൻ്റെ സ്പെല്ലിംഗ് CYCLINDER സിലിണ്ടർ. CUBOID ക്യൂബോയിഡ്. CUBOID CUBE ക്യൂബ്. CONE cone and SPHERE sphere. ഇത്രയാണ് നമുക്ക് നോക്കാനുള്ളത്. ഇനി നമുക്ക് ഒരു ബോക്സിൻ്റെ ഒരു ഡിസ്കഷൻ ആണുള്ളത്. I want to decorate this gift box for my friend's birthday. I have got ribbons, stars and pom-pom balls. Let us decorate this. ഓക്കെ, അപ്പോൾ ഹീന ആൻഡ് ആത്തിഫ് എന്ന് പറഞ്ഞ ഫ്രണ്ട്സ് കുറച്ച് കാര്യങ്ങൾ ഡെക്കറേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അല്ലേ? ഇനി അപ്പോൾ നമുക്ക് നമ്മുടെ നോട്ട്ബുക്ക് സൈഡിലേക്ക് എടുത്ത് വെക്കാം. കാരണം ഇത്രയും നോട്ട് വർക്കാണ് ഈ ലെസണിലുള്ളൂ. പിന്നെ നമുക്കുള്ളത് ഈ കുട്ടിയുടെ കോൺവെർസേഷനാണ്. നമുക്ക് നോക്കാം. I have got ribbons, stars and pom-pom balls. Let us decorate this. We will place one star on each face of the box. Wow, it looks nice. Let me count how many stars we need. It has 6 faces, so we need 6 stars. അപ്പോൾ ഇവിടെ പറയുന്നത് ഒരു ബോക്സിൻ്റെയാണ്. ഒരു ബോക്സ് ഉണ്ട്. ഈ ബോക്സിന് എത്ര സ്റ്റാർസ് വേണം എന്നാണ് അവർ പറയുന്നത്? 6 സ്റ്റാർസ്. ഒരു ബോക്സ് ഉണ്ട്, ആ ബോക്സിന് 6 സ്റ്റാർസ് വേണം എന്നാണ് പറയുന്നത്. ഓരോ ഫേസിലും എത്ര സ്റ്റാർസ് വേണം എന്നാണ് പറയുന്നത്? 6 സ്റ്റാർസ് വേണം എന്നാണ് പറയുന്നത്. ഓക്കെ, it looks really nice. Let me put ribbons on its sides. അപ്പോൾ ഫേസ് കഴിഞ്ഞ് സൈഡ്സ് എത്ര എണ്ണാണുള്ളത്? യെസ്. Then we need 12 ribbons for each side. 12 ribbons for each side. അപ്പോൾ എത്ര സൈഡാണുള്ളത്? 12 സൈഡ്സ് ആണുള്ളത് അല്ലേ? എന്നാണ് പറയുന്നത് അല്ലേ? ആണ്. 12 ribbons for each side or edge. We can put these balls on the corners. അപ്പോൾ the colorful balls are looking good on all the 8 corners. എത്ര കോർണേഴ്സ് ആണ്? 8 കോർണേഴ്സ് ആണുള്ളത് അല്ലേ? 8 കോർണേഴ്സ് ആണ്. അതേപോലെ തന്നെ നമുക്ക് ഹൈലൈറ്ററോ ഏതെങ്കിലും കളർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തെഴുതാം? ഇവിടെ എന്താണ്? 12 ribbons for each side or edge അല്ലേ? 12 ribbons for each side or edge ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. Let us do. If you also have to decorate the following shapes in the same way with stars,
ribbons, stripes and pom-pom balls. How many of these items will you need? അപ്പോൾ നമുക്ക് ആദ്യം ഒരു ബോക്സ് നമ്മൾ പറഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ബോക്സിൻ്റെ കാര്യം നോക്കുമ്പോൾ എങ്ങനെയാണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു ബോക്സ്, അതായത് ഇതും ഒരു ബോക്സാണ്. അപ്പോൾ നമുക്ക് എത്ര സ്റ്റാർസ് വേണം ഫേസസിന്? ഒരു ബോക്സിന് എത്ര ഫേസസ് ഉള്ളത്? 6 ഫേസസ് ആണുള്ളത് അല്ലേ? 6 ഫേസസ് ആണുള്ളത്. ഇനി എത്ര സൈഡ്സ് ഓർ എഡ്ജസ് ആണുള്ളത്? 12 സൈഡ്സ് ഓർ എഡ്ജസും പിന്നെ കോർണേഴ്സ് എത്ര എണ്ണമുള്ളത്? 8 കോർണേഴ്സും. ഒരു ബോക്സ് അതൊരു ക്യൂബ് ആണെന്നുണ്ടെങ്കിലും ക്യൂബോയിഡ് ആണെന്നുണ്ടെങ്കിലും ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇതിനാണ് എന്തെന്ന് പറയുക? ക്യൂബ് എന്ന് പറയാം. ക്യൂബ് ആണെന്നുണ്ടെങ്കിലും ക്യൂബോയിഡ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെ തന്നെയാണ് നമുക്കിതുള്ളത്? സെയിം ആണ്. 6, 12, 8 ആണ് വരിക. ഒരു കോണിന് എത്ര ഫേസസ് ഉണ്ട്? 2 ഫേസസ് ആണുള്ളത് അല്ലേ? ഒന്ന് അതിൻ്റെ ഫ്ലാറ്റ് സർഫേസും ഒന്ന് അതിൻ്റെ വോൾ സർഫേസും. അപ്പോൾ 2 ആണ് അതിൻ്റെ ഫേസസ്. അതിനെത്ര എഡ്ജസ് ഉണ്ട്? 2 എഡ്ജസ് ഉണ്ട്. പിന്നെ അതിന് എത്ര കോർണേഴ്സ് ഉണ്ട്? 1 കോർണർ ആണുള്ളത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിലത്തെ ചില ഐറ്റംസ് മാത്രമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വീണ്ടും ഈ പേജിലേക്ക് തന്നെയാണ് വന്നെത്തിയിട്ടുള്ളത്. ഓക്കെ, നമ്മുടെ ഈ പേജിൽ കുറേ ഷേപ്സിൻ്റെ പേര് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത് ഒബ്ജക്റ്റും കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് അതിന് എത്ര ഫേസസ് ആണുള്ളത്? 6 ഫേസസ് ആണുള്ളത് അല്ലേ? ക്യൂബിനും ക്യൂബോയിഡിനും സെയിം ആണ്, അവർ രണ്ടാളും സെയിം ആണ്. അപ്പോൾ എസ് എന്നിട്ടോ സെയിം ആണ്. 6 ഫേസസ് ആണ് ഉള്ളത്. പിന്നെ എത്ര എഡ്ജസ് ഉണ്ട്? 5, 6, 7, 8 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. അപ്പോൾ എഡ്ജസ് 12 എണ്ണാണുള്ളത് അല്ലേ? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 എണ്ണാണുള്ളത്. നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കിയാൽ അറിയാം. പിന്നെ ഒരെണ്ണം കൂടിയാണ് നമുക്ക് ചെക്ക് ചെയ്യാനുള്ളത്. കോർണേഴ്സ് എത്ര എണ്ണമാണ്? 8 കോർണേഴ്സ് ആണ് രണ്ടിനുമുള്ളത്. അതുകൊണ്ടാണ് രണ്ടാളും സെയിം ആണ്. ഇനി കോണിൻ്റെ കാര്യം നോക്കുകയെന്നുണ്ടെങ്കിൽ കോണിന് നമുക്ക് 2 ഫേസസ് ഉണ്ട്. ഒന്ന് അതിൻ്റെ ഈ ഒരു പോർഷനും പിന്നെ ഈ ഒരു പോർഷനും. പക്ഷേ ബാക്കി രണ്ടും എന്താണ്? എഡ്ജസും കോർണേഴ്സും അതിന് ഒരെണ്ണമുള്ളോ. എഡ്ജ് അതിൻ്റെ മെയിൻ എഡ്ജും പിന്നെ കോർണർ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഇപ്പോൾ ഒരു സർക്കിളാണ് ഷേപ്പ് അല്ലെ റെക്റ്റാങ്കിൾ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യുക? ഇതാണ് അതിൻ്റെ കോർണർ അല്ലേ? ഇതാണ് അതിൻ്റെ കോർണേഴ്സ്. അപ്പോൾ ഓരോ കോർണറും നമുക്ക് റൂമിൻ്റെ കോർണേഴ്സ് എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെയാണ് ഷേപ്സിൻ്റെ കോർണേഴ്സും. അതാണ് അതിന് കോർണേഴ്സ്. ഇനി സിലിണ്ടറിന് എത്ര ഫേസസ് ഉണ്ട്? 3 ഫേസസ് ഉണ്ട്. അതിന് എത്ര കോർണേഴ്സ് ഉണ്ട്? 0 കോർണേഴ്സ് ആണുള്ളത്. പക്ഷെ അതിന് എത്ര എഡ്ജസ് ഉണ്ട്? 2 എഡ്ജസ് ആണുള്ളത്. ഇനി ഒരു സ്ഫിയറിൻ്റെ കാര്യം നോക്കുകയെന്നുണ്ടെങ്കിൽ ഭയങ്കര സങ്കടമാണ് നമുക്ക്. സ്ഫിയറിന് ഒരു കോർണേഴ്സും ഇല്ല, ഒരു എഡ്ജസും ഇല്ല. അപ്പോൾ 0, 0. ഇനി 1. അപ്പോൾ നമുക്ക് സ്ഫിയറിൻ്റെ ഓരോന്നിനും ഓരോ ഫോൺ നമ്പർ പോലെ ഓർത്ത് വെക്കുക. നമ്മുടെ ക്യൂബിൻ്റെയും ക്യൂബോയിഡിൻ്റെയും ഫോൺ നമ്പർ 612 8 612 8 ആണ്. കോണിൻ്റെ ഫോൺ നമ്പർ എന്താണ്? 211 211 211 എങ്ങനെ വേണമെങ്കിലും പഠിക്കാം. സിലിണ്ടറിൻ്റെത് എന്താണ്? 320 320 320. ഓക്കെ, സ്ഫിയറിൻ്റെത് നമ്മളെ പോലീസാണ്, നമ്മുടെ നായകൻ, നമ്മളെ പോലീസ്. കഥയിലത്തെ പോലീസ് ആരാണ്? സ്ഫിയറാണ് നമ്മുടെ പോലീസ്. നമ്മുടെ പോലീസിൻ്റെ ഫോൺ നമ്പർ എത്രയാണ്? നമുക്കെല്ലാവർക്കും അറിയാം, സ്കൂളിൽ നിന്ന് പഠിച്ചിട്ടുണ്ടാവും. 100 ആണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ സ്ഫിയറിൻ്റെ ഫേസസും എഡ്ജസും കോർണേഴ്സും. ഓക്കെ, അപ്പോൾ ഈ ലെസണിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. അപ്പോൾ ഈ ലെസണ് നമ്മൾ എൻഡ് ചെയ്യാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ.